ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പഴംപൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല നാടൻ ടേസ്റ്റിൽ ക്രിസ്പി ആയിട്ടുള്ളൊരു പഴംപൊരി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പഴംപൊരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കിലോ നേന്ത്രപ്പഴം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്റർ നമുക്ക് കലക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അതേ കപ്പിൽ തന്നെയാണ് ഗോതമ്പ് പൊടിയും എടുക്കുന്നത്. ഈ 1 കപ്പിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. ഈ സെയിം കപ്പിൽ തന്നെ നമുക്ക് ഗോതമ്പ് പൊടി കൂടെ എടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മധുരം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ റവയും 4-5 ഏലക്കായ ഇതുപോലെ ചതച്ചെടുത്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് കട്ടയില്ലാണ്ടൊന്ന് കലക്കിയെടുക്കാം. വെള്ളം ഒറ്റയടിക്ക് ഒഴിച്ച് കലക്കിയെടുക്കണ്ട, നോക്കി ഒഴിച്ച് കലക്കിയെടുക്കാം. പഴം ഈ ഒരു ബാറ്ററിൽ ഒട്ടി നിൽക്കണം, അതാണ് ഈ ഒരു ബാറ്ററിൻ്റെ കണക്ക്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കട്ടയില്ലാണ്ട് ഈ ഒരു ബാറ്റർ കലക്കിയെടുക്കാം. നമ്മൾ ഈ ഒരു ബാറ്ററിൽ സോഡ ഇടുന്നില്ല, ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല. അല്ലാണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. നല്ല ക്രിസ്പി ആയിരിക്കും ഈ പഴംപൊരി. നോക്കി വെള്ളമൊഴിച്ച് കലക്കി കൊടുക്കാം. ഒരു തരി പോലും കട്ടയില്ലാണ്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. കലക്കി വെച്ച ഈ ബാറ്ററിൽ ലാസ്റ്റ് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമാണ്. നെയ്യ് കൂടി ഈ ബാറ്ററിലൊന്ന് ചേർത്ത് ഇളക്കിയിട്ട് പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കും. നന്നായിട്ട് ചൂടായ വെളിച്ചെണ്ണയിൽ നമുക്ക് ഓരോ പഴവും ബാറ്ററിൽ മുക്കിയെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പഴംപൊരി ഏകദേശം ഒരു ഭാഗം ബ്രൗൺ കളർ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ച് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. റവ ചേർത്തതുകൊണ്ട് തന്നെ ഈ ഒരു പഴംപൊരി നല്ലൊരു ക്രിസ്പി ആയിരിക്കും കേട്ടോ. തണുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ. സാധാരണ നമ്മൾ മൈദയും മുട്ടയും ചേർത്തുണ്ടാക്കുന്ന ബാറ്ററിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന പഴംപൊരി തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പഴംപൊരി നെയ്യൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. അടുത്ത പഴംപൊരിയൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പഴംപൊരിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.